max100 നമ്മൾ ഷോഗനായിട്ട് ടാങ്ക് വരുന്നുണ്ട് ആൻഡ് ഷോഗൻ്റെ ഒരു സീറ്റ് വരുന്നുണ്ട്. വ്യത്യാസം ഈ ലോക്കിനനുസരിച്ച് നമ്മൾ ചൈസയിൽ ഒരു ക്ലാമ്പ് അടിച്ചെടുക്കുകയാണ്. max100 വരുന്ന സ്റ്റോക്ക് ക്ലാമ്പ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സോ ഹേ ഗൈസ്, യു ആർ വാച്ചിങ് TV മോട്ടോമോട്ടീവ് യൂട്യൂബ് ചാനൽ. സുപ്രീമോട്ടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ എങ്ങനെ max100 നമ്മൾ ഷോഗനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഷോഗൻ സാമുറായി എല്ലാം ഒരേ ലുക്ക് തന്നെയാണ്, എല്ലാവർക്കും അറിയാം. ഹെഡിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് ആക്ച്വലി റൗണ്ട് ഹെഡാണ് വരുന്നത്. ബോഡി പാനൽസ് എല്ലാം നമ്മൾ ഷോഗൻ പോലെ സെറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഷോഗനായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഏറ്റവും മെയിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് കൂടാതെ വേറെ സാധനങ്ങളുണ്ട്, നമ്മൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ലുക്ക് കൊണ്ടുവരുന്നേ ഉള്ളൂ. വണ്ടിക്ക് സത്യം പറഞ്ഞാൽ max100നെക്കാട്ടിലും ഷോഗൻ്റെ ടാങ്ക് സൈഡ് വരുമ്പോൾ അതിൻ്റെതായ ബെറ്റർ ലുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ. കുറേ പേരുടെ ചോദിച്ചായിരുന്നു എന്തൊക്കെ മാറണം, എന്നൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ പറഞ്ഞ് ഒത്തിരി നാളായിട്ട് ചോദിക്കുന്നുണ്ട് കുറച്ച് പേര്. അപ്പം അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണെന്ന്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് സെക്ഷൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വേറെ കിടപ്പുണ്ട്, അതൊന്ന് പോയി കണ്ടിട്ട് വരിക. എന്നാ പറയണ്ടേ, അപ്പം ചാനൽ പുതിയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോട്ട് നമുക്ക് പോവാം. സോ ഒരു max100 ഷോഗൻ അല്ലെങ്കിൽ സാമുറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഷോഗൻ അല്ലെ സാമുറായി. ഈ ഷോഗൻ സാമുറായി മോഡൽസിനൊക്കെ സീറ്റ്, സൈഡ് ഹവേഴ്സ്, ടാങ്ക് ഈ മൂന്നെണ്ണം സെയിം ആയിരിക്കും, ഒരു വ്യത്യാസമില്ല. അപ്പം അങ്ങനെ ഒരു 3 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. അതിന് ഇത് സൈഡ് ഹവറാണ് വരുന്നത്. ഷോഗൻ്റെ നമുക്ക് തൽക്കാലം പറയാം. ഷോഗൻ്റെ സൈഡ് ഹവർ ആൻഡ് ഷോഗൻ്റെ ടാങ്ക് വരുന്നുണ്ട് ആൻഡ് ഷോഗൻ്റെ ഒരു സീറ്റ് വരുന്നുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അടിയിൽ ഈ ഒരു ഷേപ്പ് വ്യത്യാസമാണ് മെയിനായിട്ട് നമുക്ക് എന്നാ പറയേണ്ടത് max100 ഷോഗനും തമ്മിൽ വരുന്നത്. ഇത് നമ്മുടെ വണ്ടി കയറുമ്പോൾ തന്നെ വണ്ടി ആക്ച്വലി ഫുൾ ലുക്ക് ബെറ്റർ ആൻഡ് മാറി വേറെ ലെവലാവും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരിക്കും ഉറപ്പായിട്ടും. കാരണം ഇത് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മതി, വേറെ ഓൾട്രേഷൻ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഡയറക്റ്റ് സൂട്ടാണ്. നമുക്ക് പിന്നെ ഇത് വെക്കാനായിട്ടാണ് ഒരു സൈഡ് വെക്കാനായിട്ടാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. കാരണം ഇത് ലോക്ക് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ അതിനുള്ള എന്താണെന്ന് വെച്ചാൽ നോക്കണം. സീറ്റും നമ്മൾ max100 തന്നെ സീറ്റിൻ്റെ ക്ലാമ്പ് ഊരി ഇതിലോട്ട് സെറ്റ് ചെയ്താൽ മതി, വേറെ വള്ളിയോ കാര്യങ്ങളോ അതിനകത്തില്ല. പിന്നെ ഇതിൻ്റെ അടി വരുന്ന റബ്ബർ പീസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ബെറ്റർ. പിന്നെ വണ്ടിയിൽ നമ്മൾ ഓൾട്രേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആക്ച്വലി വണ്ടി സ്റ്റോക്ക് വണ്ടി തന്നെയാണ്, ജസ്റ്റ് നമ്മൾ ടാങ്ക് സൈഡർ അയച്ചതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഏതായാലും ഇനിയും ടാങ്ക് കയറ്റി വെച്ചിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യമേ ടാങ്ക് തന്നെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞാൽ വണ്ടിയിൽ വേറെ രീതിയിലുള്ള ഒരു ഓൾട്രേഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഈ നമ്മുടെ ഇവിടുത്തെ എന്നാ പറയുക, ടാങ്കിൻ്റെ ലോക്ക് ഉൾപ്പെടെ സ്റ്റോക്ക് തന്നെയാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ടാങ്ക് വെച്ച് ഇവിടെ നമ്മൾ നട്ടിട്ട് മുറുക്കുന്ന പോലെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഓണർ ഓൾറെഡി അതിനൊക്കെ തള്ളിക്കിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മളെടുത്ത് കളയും. അതായത് പേപ്പറാണ് പോകില്ല, എന്തിനാ പേപ്പർ കയറ്റി വെച്ചെന്ന് അറിയത്തില്ല. അത് ശരി. ഇപ്പം നമ്മൾ ഇവിടെ ടാങ്ക് എടുത്തിട്ടുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാങ്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഫ്യൂവൽ ഗേജ് വരുന്നുണ്ട്. നമ്മൾ ആക്ച്വലി max100 ഫ്യൂവൽ ഗേജ് മീറ്റർ വരാത്തതുകൊണ്ട് നമ്മൾ വെക്കുന്നില്ല. സ്റ്റോക്ക് മീറ്റർ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ max100 ഫ്യൂവൽ ഗേജ് വരാത്തതുകൊണ്ട് നമ്മളത് വെക്കുന്നില്ല. ഇതിലൊരു ഫ്യൂവൽ ഗേജും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് ആക്ച്വലി. ഇനി നമ്മുടെ ഇവിടുത്തെ നട്ടിട്ട് മുറുക്കുന്നത് അതും സ്റ്റോക്ക് max100 പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അതിൽ വേറെ എന്നാ പറയുക ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സാധാരണ നട്ടിട്ട് മുറുക്കുന്ന പോലെ തന്നെ മുറിക്കാതെ. ഇപ്പോൾ കണ്ടോ, അത് കയറിയപ്പോൾ തന്നെ കണ്ടില്ലേ വണ്ടിയുടെ ലുക്കിൽ നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നട്ടിട്ട് മുറുക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പം നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ max100 ടാങ്ക് മുറുക്കുന്ന പോലെ 2 10-ൻ്റെ നട്ടിട്ടാണ് മുറുക്കിയിരിക്കുന്നത്. അടി 2 നട്ട് ഓൾറെഡി വെൽഡിങ് വരും. ഇതിലില്ലായിരുന്നു, പക്ഷേ ഓൾറെഡി നമുക്ക് എല്ലാ വണ്ടികൾക്കും വെൽഡിങ് വരും. ഇന്നെന്ത് ഡാമേജ് ആയതിൻ്റെ പേരിൽ അത് പൊട്ടിപ്പോയത് കണ്ടാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, ടാങ്ക് സെറ്റ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്ക് വന്നു. ഇനി സോ ഈ സമയം സൈഡ് ഡോർ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. അപ്പം സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒറിജിനൽ സ്റ്റോക്ക് സൈഡ് ഡോറിൽ വരുന്നത് ഇവിടെ ലോക്ക് വരും, പിന്നെ ഇവിടെ ലോക്ക് വരും, ഇവിടെ ലോക്ക് വരും. അപ്പം നമ്മുടെ max100 വരുമ്പോഴത്തേക്ക് നമുക്കിത് മൊത്തം ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഈ ലോക്കിനനുസരിച്ച് നമ്മൾ ചൈസയിൽ ഒരു ക്ലാമ്പ് അടിച്ചെടുക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഓൾഡ് സൈഡ് ഡോർ സെക്കൻഡ് എടുത്തതുകൊണ്ട് ചൈസ ക്ലാമ്പ് അടിക്കാനായിട്ട് നമുക്ക് പോയാൽ നമുക്ക് ലോക്ക് കാര്യങ്ങളൊക്കെ മേടിക്കുന്നില്ല. ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സ്ക്രൂ ചെയ്താണ് നിർത്തുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം അതിന് മുന്നേ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതിലിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നമ്മൾ നട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ജസ്റ്റ് നമ്മൾ ഇനിയും മുറുക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട്. ആ ഒരു ഹോളിനെക്കാട്ടിലും വലിയൊരു വാഷർ ഒപ്പിച്ച് പിന്നെ ഒരു നട്ട് ഇപ്പോൾ തൽക്കാലം ഒരു നട്ട് ആൻഡ് ബോൾട്ട് ഇട്ട് വെച്ചേക്കുവാണ്.
ഇത് ആക്ച്വലി എലങ്കി ആയിട്ടും ബാക്കിലൊരു ലോക്ക് ത്രെഡ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട്. കാരണം എന്നാലും അത് വൃത്തിക്ക് ഇരിക്കത്തുള്ളൂ, ലൂസ് ആവാതെ. അത് മാത്രമല്ല ഇവിടെ നമുക്ക് ഓവർ ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് നിൽക്കണം, ഇവിടെ കറക്റ്റായിട്ട് നിൽക്കണം. ആ രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മുടെ പരിപാടി നമ്മൾ സീറ്റ് കയറ്റി വെക്കുന്നതാണ്. അപ്പം അതുകൂടെ ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ ഷോഗൻ്റെ സീറ്റാണിത്. ആക്ച്വലി ഷോഗനിലെ സാമുറായി മോഡൽസ് സീറ്റാണ്, എൻ്റെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ എന്നാ പറയണ്ടേ, ഈ മാക്സ്100 വരുന്ന സ്റ്റോക്ക് ക്ലാമ്പ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതൊന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മൾ ഈ സീറ്റ് സെറ്റ് ചെയ്യുമ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ റബ്ബർ കിറ്റാണ്. ഇത് ആക്ച്വലി നമുക്ക് മേടിക്കാൻ കിട്ടും. ഏകദേശം ഒരു 60 രൂപ ആ റേഞ്ച് വില വരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ഈ റബ്ബർ കിറ്റ് വെച്ചാലുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ഡോർ പൊട്ടുന്നത് ഒരു ലിമിറ്റ് വരെ നമുക്ക് തടയാൻ പറ്റും. ഇത് സെറ്റ് ചെയ്യുന്നത് വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് നമ്മൾ സാധാരണ ഇത് കയറ്റി വെക്കുന്ന പോലെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചാൽ അപ്പോൾ നമ്മൾ സീറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇവിടുത്തെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പക്കയാട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ അടിയിലത്തെ ഞാൻ പറഞ്ഞ പോലത്തെ റബ്ബർ പീസുകൾ വെച്ചുകൊണ്ടാണ് ഇപ്പം ഇവിടെ നമ്മൾ വെയിറ്റ് കൊടുത്താലും ഇവിടെ വന്ന് അടിക്കാതെ ഗ്യാപ്പ് കറക്റ്റായിട്ട് നിൽക്കുന്നത്. ഒരു ലിമിറ്റ് വരെ പക്കയായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നെറ്റും കാര്യങ്ങളൊക്കെ ഇനി മേടിക്കാനുണ്ട്. അത് പുറത്ത് പോകുമ്പോൾ മേടിക്കാനായിട്ട്. അപ്പോൾ സീറ്റ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സീറ്റും കൂടെ കയറിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ, വണ്ടിയുടെ ഓൾമോസ്റ്റ് ലുക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ നട്ട് ബോൾട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, ബാക്കിലത്തെ ക്യാറ്റ് വെക്കണം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതുകൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി ഇതേ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. സംഭവം ഇന്ന് ഡെലിവറി കൊടുക്കുവാണ്. ഇനിയും പരിപാടി നമ്മുടെ അണ്ടർവെല്ലി ഒരു പ്ലാൻ ഇരിപ്പുണ്ട്. സൈഡിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്യുക, ഒരു ചെറിയൊരു ഐഡിയ വന്നിട്ടുണ്ട് മനസ്സിൽ. അപ്പോൾ അതിൻ്റെ പരിപാടിയുണ്ട്. ആൻഡ് മൊത്തത്തിൽ കാണാൻ മനസ്സിലാകണ്ടല്ലോ, വണ്ടി മൊത്തത്തിൽ വേറൊരു ലുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ പഴയ ഫോട്ടോ ഞാൻ ഇതിൻ്റെ സൈഡിൽ ആഡ് ചെയ്ത് തരാം. അപ്പോൾ ആദ്യം വരെ പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് ഒരു സുസുക്കി max100 ആണ്. വണ്ടി നമ്മൾ സാമുറായി ആയിട്ട് മാക്സിമം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്നാ ഉണ്ട്, അണ്ടർവെല്ലി മാത്രമേ അത് കുറവുള്ളൂ. അണ്ടർവെല്ലും ബാക്കിൽ ടൈൽ പീസേ കുറവുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ട്വിസ്റ്റ് മൾഗാർഡ് ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ഷൈൻ്റെ ഡിസ്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് RX100ൻ്റെ ഹെഡ്ലൈറ്റ് ആയിട്ട് അത് വെച്ചേക്കുന്നത്. പിന്നെ ഷോഗൻ്റെ ഇൻഡിക്കേറ്റർ, അങ്ങനെ കുറേ പ്ലാൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണം കമൻറ്റ് ചെയ്യുക. വെരി മച്ച് വാസ് സൈനിങ് ഓഫ് ഫ്രം TV Motivs.